എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മി രതീഷ്. ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലും രുചിയിലും എളുപ്പത്തിലും ഒരു ചിക്കൻ ഷവർമയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ ചിക്കൻ ഷവർമ ഉണ്ടാക്കിയാലോ. നമ്മുടെ ഷവർമയ്ക്ക് ആവശ്യമായിട്ട് 2 കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് വെള്ളത്തിൽ കലർത്തിയതും 1 മുട്ടയും ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാലിൽ 1/4 കപ്പ് വെള്ളവും ചേർത്ത് പൊറോട്ടയുടെ പരുവത്തിൽ കുഴച്ചെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് അരമണിക്കൂർ സെറ്റാകാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. നമ്മുടെ ഷവർമയുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് ചെറിയ കഷ്ണങ്ങളായി നീളത്തിൽ അരിഞ്ഞതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ക്രഷ്ഡ് വറ്റൽമുളകും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ തന്തൂരി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. 1 ടേബിൾ സ്പൂൺ എണ്ണയും 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോഴേക്കും നമ്മുടെ മാവ് ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇവ നമുക്ക് ചെറിയ ഉരുളകളാക്കി ചപ്പാത്തിയുടെ രീതിയിൽ പരത്തിയെടുക്കാം. ഞാൻ എല്ലാ മാവും തന്നെ ഇതേമാതിരി ചപ്പാത്തിയുടെ രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു വശം നന്നായി പൊങ്ങി വന്നതിന് ശേഷമേ തിരിച്ചിടാകൂ. എല്ലാ ഷവർമ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കുന്ന ഷവർമ ബ്രെഡ് ഓരോന്നും ഒരു തുണി വെച്ചിട്ട് എന്തെങ്കിലും അടച്ചു വെക്കണം, അല്ലെങ്കിൽ അത് ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നും ഇതിലേക്കിട്ട് ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒരു സൈഡായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 2 സൈഡും ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഷവർമ ബ്രെഡ് കത്രിക കൊണ്ടിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടായാലും മതി ഇതൊന്ന് 2ആയിട്ട് പിളർത്തിയെടുക്കാം. ഞാനിത് പിളർത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മയണൈസ് തൂക്കി കൊടുക്കാം. ഇതിവിടെ തന്നെ ഉണ്ടാക്കിയ മയണൈസാണ്. മയണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഹരിയാലി ചിക്കൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറുതായി നീളത്തി അരിഞ്ഞ ലെറ്റ്യൂസും ക്യാബേജും ക്യാരറ്റും തക്കാളിയും സലാഡ് വെള്ളരിക്കയും ഉപ്പിലിട്ട വെള്ളരിക്കയും നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ച ആ ചിക്കൻ്റെ കഷ്ണങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് മയണൈസ് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല ടൊമാറ്റോ കെച്ചപ്പ്, അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കഴിച്ചാലും മതി. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് ഒരു സൈഡൊന്ന് മടക്കി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ അടിപൊളി ഷവർമയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് പറയുക.